ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകളായി, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുധിയുടെ മെഡിസിൻ്റെ റേറ്റിനെ കുറിച്ചും രേണുസുധിക്ക് ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടോ, എന്തിന് ഇവർക്ക് ഈ ക്യാൻസർ തന്നെ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് ഈ വ്ളോഗർമാരെല്ലാവരും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് നടക്കുന്ന വിഷയവും അത് തന്നെയാണ്. കാരണം ഈ 2,2608 രൂപയുടെ മരുന്ന് തന്നെയാണോ രേണുസുധി ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ കുറേ അവളുമാർക്ക് കുറേ വോയിസും കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞ് പുറത്തും വിട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു അസുഖത്തിൽ തന്നെ ചെയ്ത് ഇതേ അവസ്ഥയിലൂടെ പോയവരാണ്, ഞങ്ങൾക്കൊന്നും ഇത്രയും രൂപയുടെ റേറ്റ് ആയിട്ടില്ല, 5000 രൂപയുടെ മെഡിസിനാണ് ഞങ്ങൾ മേടിച്ച് യൂസ് ചെയ്തത്. രേണുസുധി ഈ എമൗണ്ട് കാണിച്ച് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ നോക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ബ്ലോഗർമാരെടുത്തത് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരുത്തൻ ഇതിവിടെ എങ്ങും പെടാത്ത ഒരു ഡാഷ് മോൻ വന്നിട്ട് നിയമാവകാശ കമ്മീഷന് കേസ് വരെ കൊടുത്തു. കാരണം രേണുസുധി ഇങ്ങനെ അസുഖമുണ്ടോ എന്ന് അവന് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അവന് റിസൾട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിലായ? അപ്പം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് തന്നെയാണ് എടുത്തിട്ട് ചെയ്യുന്നത്. പകുതി ആൾക്കാർ പോസിറ്റീവ് പറയുന്നുണ്ട്, പകുതി ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. പക്ഷേ ഞാൻ നല്ല ഉറപ്പ്, നല്ല വിശ്വാസത്തോടും കൂടി തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. കാരണം ഒരിക്കലും അവരെ ഒരു ബില്ല് കാണിച്ച് കള്ളത്തരം പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആ ബില്ലിനകത്ത് ബിൽ നമ്പറുണ്ട്, അത് കൊടുക്കുന്ന സ്ഥാപനം എവിടെയാണെന്നുള്ളതുകൊണ്ട് പരിശോധിക്കുന്ന ഡോക്ടറുടെ പേരുണ്ട്, ആ ഡോക്ടറുടെ നമ്പർ ഉൾപ്പെടെ ഇതിൻ്റെ ബിൽ നമ്പർ ഉൾപ്പെടെ എല്ലാം ആ ബില്ലുണ്ട്. ഒരിക്കലും ഒരു കള്ള ബില്ല് കൊണ്ടുവന്ന് കാണിച്ചിട്ട് കാണിക്കാനുള്ള ധൈര്യമൊന്നും അവർക്കില്ലെന്നേ. അത് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഇന്നും ഉറപ്പിച്ച് ആ 2-3 വീഡിയോ അതിന് വേണ്ടി ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മാസ്റ്റർ മൈൻഡ് മനുവും ഡേവിഡ് ഇക്കോട്സ് ഇവർ രണ്ടുപേരും ചെയ്തത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുവാണ്. കാരണം നിങ്ങൾ എന്തൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓക്കെ, പക്ഷേ അത് ക്ലാരിറ്റി ചെയ്യാൻ കാണിച്ച ഒരു മനസ്സിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അപ്പോൾ എന്തായാലും മനു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇവർ RCC ഈ ബില്ലിൻ്റെ സ്ഥാപനം എവിടെയാണോ അവിടെ നേരിട്ട് പോയി ഈ കാര്യങ്ങൾ അവർ അന്വേഷിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ അവർക്ക് അറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അവർ തന്നെ ഇവിടെ വിശദീകരിക്കുന്നു. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ചാനലിലൂടെ, സീക്രട്ട് ഏജൻ്റെ ചാനലിലൂടെ ഒക്കെ ഞാൻ കണ്ടപ്പോഴത്തേനും ഈ ബില്ലിൻ്റെ ഈ പൂർണ്ണമായിട്ടുള്ള ഭാഗം ഞാൻ കണ്ടു. പൂർണ്ണമായിട്ടുള്ള ഭാഗം കണ്ടപ്പോഴത്തേനും പല കോൺട്രവേഴ്സികൾ എന്നിട്ടും പരക്കുന്നുണ്ട്. ബിച്ചുവിൻ്റെ ചാനലിലൂടെ ഈ ഒരു ഫാർമസിയിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് അവിടെ ഈ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അവിടെ അങ്ങനെ ഒരു മെഡിസിൻ സെല്ല് ചെയ്തിട്ടേ ഇല്ല എന്നൊരു ഇൻഫർമേഷനാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവ്യക്തത പരക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും ദേവും കൂടെ നമുക്ക് നേരിട്ട് അവിടെ പോയി തിരക്കാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്നു, നേരിട്ട് അവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഈ ബില്ല് ഒറിജിനലാണ് എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്. അത്ര കേട്ടപ്പോൾ തന്നെ സമാധാനമായ എല്ലാവർക്കും. ഈ നെഗറ്റീവ് പറയുന്ന കുറേ അവന്മാരും കുറേ അവളുമാർക്കൊക്കെ കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് എന്തായാലും ഈ ഒരു കേസ് ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം ഇത്രയും അത്യാസന്ന അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് രേണുസുധിയുടെ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ പോലും അവളെ ഇട്ടിങ്ങനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്ന കുറേ എണ്ണത്തിന് നിയമപരമായി തന്നെ നേരിടാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം. ഈ ബില്ല് ഒറിജിനലാണ്. ഈ മെഡിസിൻ്റെ ശരിയായിട്ടുള്ള പ്രൈസ് 2,57,000 തന്നെയാണ്. അത് ഡിസ്കൗണ്ട് റേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് 2,02,628 രൂപ 50 പൈസയ്ക്കാണ് മേടിച്ചത്. ഇത് ആ ഫാർമസിയിൽ തന്നെ ഇഷ്യൂ ആയിട്ടുള്ള ബില്ലാണ്. ഈ ബില്ല് പ്രൊവൈഡ് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ കണ്ടു, അവരോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും അവരാണ് ഈ ബില്ല് ഇഷ്യൂ ചെയ്തത്, അവരാണ് ഇതിൻ്റെ താഴെ സൈൻ ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴത്തേനും അവരും അത് വെരിഫൈ ചെയ്തു. ഈ ബില്ല് ഇവിടെ തന്നെ വാങ്ങിയതാണ്. 2,57,000 രൂപയാണ് അതിൻ്റെ MRP റേറ്റ്. അതിൽ നിന്നും ചില ഡിസ്കൗണ്ടുകൾ ആഡ് ആയിട്ടാണ് ഈ 2,02,000 സംതിങ് റുപ്പീസിന് ഇത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഇത് അവിടെ വരുന്ന എല്ലാ പേഷ്യൻസിനും ഈ റേറ്റിൽ തന്നെയാണ് ഈ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് അവർക്കറിയില്ല. പക്ഷേ പല ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്, അതിലൂടെയൊക്കെ ഈ ആനുകൂല്യങ്ങളൊക്കെ ആപ്ലിക്കബിൾ ആകും എന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചു, പല കാര്യങ്ങളും അവരോട് ചോദിച്ചു. അപ്പോൾ അത് ആ ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നേരിട്ട് കണ്ട് നമ്മൾ തന്നെ വെരിഫൈ ചെയ്തതാണ്. സോ ഈ ബില്ല് ഫേക്ക് അല്ല, ഇത് റിയൽ ആണ്. ഈ എക്സാക്ട് ബില്ല് നമ്മൾ അവരെ ഫോട്ടോ കാണിച്ചു. ഈ ബില്ല് തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഈ സെയിം ബില്ല് ഇഷ്യൂ ചെയ്ത ആളെ നമ്മൾ കണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരിക്കലും അത്രയ്ക്കുള്ള സാമർത്ഥ്യം തൻ്റെ ഇടമൊന്നും അവർക്കൊന്നും ഇല്ലെന്നേ. അത് നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കും. നിങ്ങൾ ഓരോരുത്തർ ഇരുന്നുകൊണ്ട് ഓരോന്നങ്ങ് കുരച്ച് ചാടി ഞാൻ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എല്ലാം സത്യസന്ധമായിട്ട് അറുത്ത് മുറിച്ച് കീറിയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോരം പ്രസംഗിക്കുന്ന കുറേ അവളുമാരുണ്ടല്ലോ. അവളുമാരുടെയൊക്കെ പിന്നെ അതിൻ്റെ താഴെ ചെന്നുകൊണ്ടുള്ള കമന്റുകൾ ഇടലുണ്ടല്ലോ, അതൊക്കെ 2 പ്രാവശ്യം ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇടാൻ. കാരണം ഒരുത്തിയെ സുഖിപ്പിക്കാൻ
വേണ്ടി ചെയ്യുമ്പോൾ ഇതിനുള്ള ശിക്ഷ കിട്ടുന്നത് നിന്റെയൊക്കെ മണ്ടയിലാണെന്നുള്ള കാര്യം ആദ്യം ആലോചിക്കണം. കാരണം ഇത് എന്ത് കമൻ്റാണ് ഇടുന്നത്, ആർക്കെതിരെയാണ് ഇടുന്നത്, ഇപ്പോഴത്തെ അവരുടെ ആ കമൻ്റ് ഇടുന്നവരുടെ സിറ്റുവേഷൻ എന്താണ്, അവരനുഭവിക്കുന്ന വേദന എന്താണ് എന്നൊന്ന് ചിന്തിച്ചിട്ട് നീയൊക്കെ കമൻ്റ് ഇട്ട് സൂചിപ്പിക്കാൻ നടക്ക്. ഈ ആരൊക്കെ എവിടെയൊക്കെ കിടന്ന് കുറച്ചാലും എന്തൊക്കെ കിടന്ന് ചാടിയാലും നിലത്ത് വന്നേ സമ്മാനം മേടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പഴഞ്ചൊല്ല് എല്ലാവരും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയുമ്പോഴത്തേനും ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ടെങ്കിലും രേണുവിന്റെ ചേച്ചി ആദ്യം ഈ ബില്ല് പബ്ലിഷ് ചെയ്ത സമയത്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, രേണുവിന്റെ ചേച്ചി പബ്ലിഷ് ചെയ്ത വീഡിയോ. സോ ഇത് അപ്രോക്സിമേറ്റ്ലി ആദ്യം ഇത് തമിഴിൽ വെച്ചൊരാൾ ഞാനാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗിലേക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഈ രേണുവിന്റെ ചേച്ചി കൊണ്ടുവന്ന ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബില്ലിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ ഇതൊരു സംശയ നിവാരണം നടത്തി ഈ ബില്ലിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ്. അതെ, ഈ ഒരു കാര്യത്തിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ ദേവിൻ്റെ അടുത്തും ഈ മനുവിൻ്റെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അതൊന്ന് ക്ലാരിറ്റി നിങ്ങൾ ചെയ്തല്ലോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ നാളെ അവിടെ പോകാനായിട്ട് ഇരുന്നായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ബില്ലിനെ കുറിച്ച് കറണ്ടായിട്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഇരുന്നായിരുന്നു. എന്തായാലും നിങ്ങൾ പോയല്ലോ കറക്റ്റായിട്ട്. നിങ്ങൾ എന്തായാലും അത് ഒളിച്ചു വെക്കാതെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ പുറത്തിട്ടല്ലോ. അതിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ബില്ലിനകത്ത് എന്തെങ്കിലും ഫേക്ക് ഉണ്ടോ, ഫോർജറി ഉണ്ടോ, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ വീഡിയോ കണ്ട പലർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതിനകത്ത് ഇങ്ങനൊരു ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുക, ഇത് റിയൽ ആണെന്നുള്ള സാധനം നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത് എന്റെയും ബേസിക് റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഇത് അറിഞ്ഞിട്ട് ഞാൻ പുറത്ത് പറയാതെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓഡിയൻസിനോട് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയാകും, ദ്രോഹമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നത്. താങ്ക് യു. എന്തായാലും കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് അറിഞ്ഞ് സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ഇട്ടല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തട്ടെ. കാരണം ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒന്ന് കണ്ണ് തുറക്കട്ടെ. കാരണം ഈ കാണുന്നതും കേൾക്കുന്നതും അല്ല സത്യം, അതിലപ്പുറം യഥാർത്ഥ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എന്നായാലും മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഓരോ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുടെ കൈവിരൽ തുമ്പിലും ഇടുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇത് ആരൊക്കെ ഇവിടൊക്കെ കിടന്ന് എന്തൊക്കെ പറഞ്ഞാലും സത്യം എന്ന് പറയുന്ന ഒരു സാധനം അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും മറന്നേക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. ആ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടോ നമ്മൾ ഒരു തെറ്റിലോട്ട് ചെന്ന് വീടില്ല. ഇപ്പൊ നിങ്ങയൊക്കെ കിടന്ന് ഇത്ര മാത്രം ആ ഒരു പേഷ്യന്റിനെ തന്നെ ഇനി പറയാം, അവളെ ഇത്ര മാത്രം കിടന്ന് വലിച്ച് കീറി പിച്ച് ചിന്തി കുറെ ചാനലുകാർ പോട്ടെ, അതിൻ്റെ കൂടെ ഈ അവളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി കമന്റ് ഇടുന്നവന്മാരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിനക്കൊക്കെ സമാധാനം, നിന്റെയൊക്കെ നെഞ്ചിലെ വെള്ളം അടങ്ങിയോ? വ്യക്തമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇതൊന്നും ഫേക്കല്ല. രേണുസുധിയുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. അത് 4th സ്റ്റേജാണ്, അത് സ്പ്രെഡാണ്. അല്പം ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ക്യാൻസർ തന്നെയാണ് രേണുസുധിയെ ബാധിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ആ കൊച്ചിനെ ഒന്ന് വെറുതെ വിട്. ബാക്കി അവിടെ തലവിധി പോലെ ദൈവം എന്താണോ വരച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ. നിങ്ങൾ ആരും അവളെ ഒന്നും പറഞ്ഞുണ്ടാകും. അവൾ ആരും നിന്റെ ഒന്നും വീട്ടിൽ ഒരു ശല്യത്തിനോ ഒന്ന് കൈനീട്ടാനോ ഒരു ബുദ്ധിമുട്ടിനോ വരുന്നില്ലല്ലോ. അവളെ കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നെഞ്ചി കൈവച്ചൊക്കെ ഈ ബ്ലോഗ് ചെയ്യുന്നവളുമാരും നെഞ്ചി കൈവച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. വേണ്ടടി, നീയൊക്കെ ഒന്ന് ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കടി. ഈ രേണുസുധി എന്ന് പറഞ്ഞ കണ്ടന്റ് എടുത്ത് നിനക്കൊക്കെ ഈ വർഷങ്ങളോളം നീയൊക്കെ ഉണ്ടാക്കുന്നതിനെ കാട്ടി എന്തുമാത്രം ഏണിങ്സ് ഓരോ മാസം നിന്റെയൊക്കെ അക്കൗണ്ടിലോട്ട് കയറുന്നുണ്ടെന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതെങ്കിലും ആ പഠിച്ചവനെങ്കിലും ഓർത്തെങ്കിലും ഒരു വായ അടച്ച് മിണ്ടാതിരിക്കടി. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ സത്യം എന്തായാലും പുറത്ത് വന്നല്ലോ, തെളിഞ്ഞല്ലോ. ഇനി ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പരക്കം പായത്തില്ല. പിന്നെ മനുഷ്യ അവകാശ കമ്മീഷന് കേസ് കൊടുത്തവനെതിരെ റിട്ടേൺ കംപ്ലൈന്റും അവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നേരിട്ട് കാണണം കേട്ടോ. ഇത്രയും നാൾ ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഈ കുണ്ടാമണി എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് കൂടൊക്കെ ഒന്ന് അറിയണ്ടേ. ഇങ്ങനൊരു കേസും കൊണ്ട് പൊങ്ങി വന്നത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തായാലും ആ മനുവും ദേവും ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നല്ല ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയണം. അവർ എത്രയോ നെഗറ്റീവ് പറഞ്ഞോട്ടെ, എന്ത് വീഡിയോ ഇട്ടോട്ടെ, പക്ഷേ അവരിത് പോയി സത്യാവസ്ഥ മനസ്സിലാക്കി അത് പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ കാണിച്ച അവരുടെ മനസ്സിന് ആദ്യമായിട്ട് നല്ലൊരു താങ്ക്സ് കൊടുക്കുന്നു. താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഇതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ട എല്ലാ ഡാഷ് മക്കളും ഇത് വീഡിയോ ഫുള്ള് കാണണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.